ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെസ് ക്രിയേറ്റീവ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മാക്രോ ഫോട്ടോസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റ് പ്രിസെറ്റുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിസെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിൽ റാൻഡമായിട്ടുള്ള 2 പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാനിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ലൈറ്റ്സിലേക്ക് പോയ ശേഷം എക്സ്പോസർ എന്നുള്ളത് ഒരു -0.60 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം കോൺട്രാസ്റ്റ് എന്നുള്ളത് ഒരു 40 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഹൈലൈറ്റ്സ് എന്നുള്ളത് ഒരു -12 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഷാഡോസ് എന്നുള്ളത് ഒരു 20 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം വൈറ്റ്സ് എന്നുള്ളത് ഫുൾ മൈനസ് ചെയ്ത് 100 ആക്കിയേക്കുക. ഓക്കെ, അതിനുശേഷം ബ്ലാക്ക്സ് എന്നുള്ളത് -50 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നേരെ കർവിലേക്ക് വരിക. കർവിലേക്ക് വന്ന ശേഷം ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന ഒരു കർവ് നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നേരെ നമ്മൾ കളറിലേക്ക് പോവുകയാണ്. കളറിലേക്ക് പോയ ശേഷം ടെമ്പറേച്ചർ എന്നുള്ളത് നമ്മളൊരു 40 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ടിൻ്റ് എന്നുള്ളത് ഒരു -42 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വൈബ്രൻസ് എന്നുള്ളത് ഒരു 35 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ എന്നുള്ളത് ഒരു -22 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കളർ മിക്സിലേക്ക് പോകാം. ഓക്കെ, കളർ മിക്സിലേക്ക് വന്ന ശേഷം ഞാനിവിടെ ഓരോ കളർ സെറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഓരോ കളറിൻ്റെ ഹ്യൂവും സാച്ചുറേഷനും അതുപോലെ തന്നെ ലൂമിനൻസും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, കളർ മിക്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. കളർ ഗ്രേഡിങ്ങിലേക്ക് വന്ന ശേഷം ഫസ്റ്റ് സർക്കിൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ആരോ മാർക്കാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം. അതിൽ ഹ്യൂ എന്നുള്ളത് നമ്മൾ ഒരു 132 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 82 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ലൂമിനൻസ് എന്നുള്ളത് ഒരു -38 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ബ്ലെൻഡിങ് എന്നുള്ളത് ഒരു 85 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ താഴെ ബാലൻസ് എന്നുള്ളത് ഒരു 75 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം സെക്കൻഡ് സർക്കിളിലേക്ക് പോവാം. സെക്കൻഡ് സർക്കിളിലേക്ക് വന്ന ശേഷം അതിൻ്റെ ഹ്യൂ എന്നുള്ളത് ഒരു 117 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷൻ ഒരു 3 ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ ലൂമിനൻസ് എന്നുള്ളത് -66 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലെൻഡിങ് ആൻഡ് ബാലൻസിങ് ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുശേഷം തേർഡ് സർക്കിളിലേക്ക് പോകാം. തേർഡ് സർക്കിളിലേക്ക് വന്നിട്ട് അതിൻ്റെ ഹ്യൂ നമ്മളൊരു 108 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 12 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ലൂമിനൻസ് എന്നുള്ള ഒരു -15 സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഡൺ കൊടുത്ത് ബാക്ക് വരിക. ഓക്കെ, അതിനുശേഷം നേരെ നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിലേക്ക് പോയ ശേഷം ടെക്സ്ചർ എന്നുള്ളത് ജസ്റ്റ് 1 or 2 കൂട്ടിയാൽ മതി. അതിനുശേഷം ക്ലാരിറ്റി ഒരു 24 ആക്കിയ ശേഷം അഡിഹൈസ് എന്നുള്ളത് ഒരു 26 ആക്കി കൊടുക്കുക. ഓക്കെ, വിജിനിറ്റ് ഒരു 32 സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് എന്നുള്ളത് ഒരു 20 ആ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. 20 ഓക്കെ 20 സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഫെദർ എന്നുള്ളത് ഒരു 75 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നേരെ ഡീറ്റെയിലേക്ക് വന്ന ശേഷം ഷാർപ്പ്നെസ് എന്നുള്ളത് ഒരു 27 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഡീറ്റെയിൽസ് എന്നുള്ളത് ഒരു 35 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ കാണാം നോയ്സ് റിഡക്ഷൻ എന്നുള്ളത് അതൊരു 20 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കോൺട്രാസ്റ്റ് എന്നുള്ളത് ഒരു 18 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കോപ്പി ചെയ്തിട്ട് മറ്റുള്ള ഫോട്ടോസിലൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.